കെ.പി.സി.സി പുനഃസംഘടനയിലെ തർക്കം പരിഹരിക്കാൻ ഇടപെട്ട് ഹൈക്കമാൻഡ്. കേരളത്തിലെ നേതാക്കളെ ഹൈക്കമാൻഡ് ദില്ലിയിലേക്ക് വിളിപ്പിച്ചു. നാളെ കേരളത്തിലെ നേതാക്കളുമായി ഹൈക്കമാൻഡ് ചർച്ച നടത്തും. കെ.പി.സി.സി ഭാരവാഹികളുടെ പ്രഖ്യാപനത്തിൽ തർക്കം തീരുന്നില്ല. കെ.പി.സി.സി സെക്രട്ടറിമാരുടെ കാര്യത്തിലും നേതാക്കൾ തമ്മിൽ സമവായം ആയില്ല. തിരുവനന്തപുരത്ത് ചെമ്പഴന്തി അനിൽ തന്നെ ഡി.സി.സി അധ്യക്ഷൻ ആകണമെന്ന പിടിവാശിയിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ഇക്കാര്യത്തിൽ തീരുമാനമാകാതെ കെ.പി.സി.സി യോഗത്തിൽ പങ്കെടുക്കില്ല എന്ന വാശിയിലാണ് സതീശൻ. ഇതുകാരണം പുതിയ കെ.പി.സി.സി ഭാരവാഹികളുടെ ആദ്യ യോഗം പോലും സണ്ണി ജോസഫിന് മാറ്റിവെക്കേണ്ടി വന്നു. തർക്കം രൂക്ഷമാണെന്നും പാർട്ടി പ്രവർത്തനങ്ങളെ അത് ബാധിച്ചുവെന്നും ഹൈക്കമാൻഡിന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് നേതാക്കളെ ദില്ലിയിലേക്ക് വിളിപ്പിച്ചത്. പ്രതിപക്ഷ നേതാവും കെ.പി.സി.സി അധ്യക്ഷനും വർക്കിംഗ് പ്രസിഡന്റുമാരും ദില്ലിയിൽ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. മുൻ കെ.പി.സി.സി അധ്യക്ഷന്മാരായ മുതിർന്ന നേതാക്കളെയും ഹൈക്കമാൻഡ് ദില്ലിയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. കെ.പി.സി.സി സെക്രട്ടറിമാരുടെ കാര്യത്തിലും കൂടിക്കാഴ്ചയിൽ ചർച്ചയുണ്ടാകും. നിലവിലെ പട്ടികയിൽ 120-ലധികം പേരുകളുണ്ടെന്നാണ് സൂചന. ഇത് കുറയ്ക്കണം എന്ന നിലപാടിലാണ് ഹൈക്കമാൻഡ്. പക്ഷേ ഇക്കാര്യത്തിൽ കേരളത്തിലെ നേതാക്കൾ തമ്മിൽ ഇതുവരെയും സമവായത്തിലെത്തിയിട്ടില്ല. ഇക്കാര്യങ്ങളിലടക്കം അന്തിമ തീരുമാനമെടുക്കുകയാണ് ദില്ലിയിലെ ചർച്ചകളുടെ ലക്ഷ്യം. നേതാക്കന്മാർ തമ്മിലുള്ള തർക്കങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഒരുക്കങ്ങളെ അടക്കം ബാധിച്ചു എന്നാണ് കേരളത്തിന്റെ ചുമതലയുള്ള എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി നൽകിയ റിപ്പോർട്ട്. കെ.സി. വേണുഗോപാലിന്റെ കേരളത്തിലെ അനാവശ്യ ഇടപെടലിൽ മുതിർന്ന നേതാക്കൾക്കെല്ലാം അതൃപ്തിയുണ്ട്. ഇതടക്കം നേതാക്കൾ ദില്ലിയിലെ കൂടിക്കാഴ്ചയിൽ എ.ഐ.സി.സി നേതൃത്വത്തെ അറിയിക്കുമെന്നാണ് സൂചന. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ചർച്ചകൾക്ക് നേതൃത്വം നൽകുമെന്നാണ് വിവരം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.